ഉച്ചയ്ക്ക് ഊണിന് നമ്മുടെ കപ്പങ്ങ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് നല്ല നാടൻ വിഭവങ്ങൾ തരാം കേട്ടോ. രണ്ടും നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ റെസിപ്പി നമ്മുടെ കപ്പങ്ങയും ചെറുപയറും വെച്ച് തയ്യാറാക്കുന്ന ഒരു ചാറുകറിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. അപ്പോൾ ഒരു ചെറിയ കപ്പങ്ങ അതാ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയ ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 4 പച്ചമുളകും 1/4 സ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവിനായിട്ട് മുളക് കൂടുതൽ വേണ്ടവർ ചേർത്തോളുക. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് കവർ ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2 വിസിലിന് വേവിച്ചാൽ മതിയാവും. നമുക്കിതാ ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടും. അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/4 സ്പൂണോളം നല്ല ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഇതുപോലെ പേസ്റ്റായിട്ടങ്ങ് അരച്ചെടുക്കാം. ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് ഇരുന്നാൽ മതി. നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞാൽ താളിച്ച് ചേർക്കണം. കടുകും ഉണക്കമുളക് ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ താളിക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തത് ഇതിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ കപ്പങ്ങയും തൈരും വെച്ചിട്ടാണ് ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു ചെറിയ കപ്പങ്ങയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും 1/2 സ്പൂൺ ഉപ്പും ഒന്ന് കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിന് വേവിച്ചെടുത്താൽ മതിയേ. ഇനി ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുകും 1/4 സ്പൂണിന് താഴെ മതി കേട്ടോ ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് ഉഴുന്നുപരിപ്പിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ടേ. നല്ല കട്ടത്തൈര്, ഒരുപാട് പുളിയില്ലാത്ത 1 കപ്പ് കട്ടത്തൈര് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചങ്ങെടുത്താൽ നമ്മുടെ കപ്പങ്ങ തൈര് കറി റെഡിയാണ്. എത്ര പേര് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ.